ഈ ദിനം ഈശോയോടൊപ്പം ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന തിരുവസ്തുരവനായ ഈശോയെ, പരിശുദ്ധാമ്മയിൽ വന്ന് നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകം ഈ പ്രഭാത ആരാധനയെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം. ഇന്ന് ഈ ശുശ്രൂഷ നയിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഗർഭശിശുക്കൾ, പഠിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ, മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, വാർദ്ധക്യം വന്നവര്, വൈദികര്, സമർപ്പിതര്, എല്ലാ വ്യക്തികളെയും തിരുവസ്തുരവനായ ഈശോയെ ഈ സമയം പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭ മുഴുവനെയും, ഇവിടെ പ്രത്യേകമായ കേരള സഭയും ഭാരത സഭയും, നമ്മളായിരിക്കുന്ന ഇടവ് കൂട്ടായ്മ മുഴുവനെയും, ഇടവിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികര്, സമർപ്പിതര്, ആത്മായ ശുശ്രൂഷകർ, സഭയിലെല്ലാ ധ്യാന കേന്ദ്രങ്ങൾ, ധ്യാന ഗുരുക്കന്മാര്, വചന ശുശ്രൂഷകര്, എല്ലാ വ്യക്തികളിലേക്കും പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവസ്തുരവനായ ഈശോയെ, എല്ലാ വൈദികരെയും സമർപ്പിതരെയും വൈദിക സമർപ്പിത പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെയും ഈ സമയം തന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, കൂപ്പുകരങ്ങളോട് തിരുവസ്തുരവനായ ഈശോയെ നമുക്ക് നോക്കാം. ഈ സമയം ഓരോ ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്ന സമയമാണ്. മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വചനം പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിൽ നിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വചനത്തിന് അഭിഷേകം കൊണ്ട് തിരുവസ്തുരവനായ ഈശോയെ ഓരോ വ്യക്തിയും കുടുംബത്തെയും ഈ സമയം തന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്ന എല്ലാ ദൈവമക്കളും ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവെ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മയിൽ വന്ന് നിറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവെ പുതു ചൈതന്യമായി, പുതിയ അഭിഷേകമായി എൻ്റെ ജീവിതത്തിലേക്ക് ഈ സമയം കടന്നു വരണമേ. റൂഹായി വരണമേ, പരിശുദ്ധാത്മാവെ വരണമേ. വീണ്ടും വീണ്ടും ശാന്തമായി ഉരുവിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവെ പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ച് സ്തുതിക്കുക. ഈ സമയം ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും കുടുംബത്തിലും നിറയപ്പെടാൻ തടസ്സം നൽകുന്ന എല്ലാ പൈശാചികമായ ശക്തികളെയും അരൂപികളെയും അവിശ്വാസത്തിന്റെ സ്വാധീനങ്ങളെയും യേശുവിന്റെ നാമശക്തിയാൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുക. സ്തുതിക്കുക. യേശുവേ യേശുവേ എന്ന് സ്തുതിക്കുക. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്ന ദൈവമക്കൾ ഈ സമയം മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോയെ കൃപയാ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ
ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എൻ്റെ പേര് ഡെൻസി മരിയ. ഞാൻ ഏറ്റുമാനൂരിൽ നിന്നും വരുന്നു. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം അപ്രതീക്ഷിതമായി എൻ്റെ ഭർത്താവിന് കണ്ണുകൊണ്ടൊന്നും വ്യക്തമായി കാണാൻ പറ്റാത്ത അവസ്ഥ വന്നു. എല്ലാം രണ്ടായി കാണുന്നു. ഞങ്ങൾ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു, ചികിത്സിച്ചെങ്കിലും ഒരു മാറ്റവും കണ്ടില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം MRI എടുത്തു. കണ്ണിൻ്റെ രോഗമല്ലെന്നും ന്യൂറോ കംപ്ലൈൻ്റ് ആണെന്നും സ്ഥിരീകരിച്ചു. ഞങ്ങളൊരു ന്യൂറോളജിസ്റ്റിൻ്റെ ചികിത്സ തേടി. ആഴ്ചകൾ കഴിഞ്ഞിട്ടും മാറ്റമൊന്നും കണ്ടില്ല. ഞങ്ങൾ വീണ്ടും തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ അഡ്മിഷൻ തരപ്പെടുത്തുകയും 10 ദിവസം അവിടെ താമസിച്ച് എല്ലാ പരിശോധനകൾ നടത്തുകയും ചെയ്തു. പരിശോധനകൾക്കൊടുവിൽ തലച്ചോറിനും ഇടത് കണ്ണിനുമിടയിൽ ഒരു നെർവിന് നീരുണ്ടായതാണ് രോഗകാരണം എന്ന് കണ്ടെത്തി. എന്നാൽ എന്തുകൊണ്ട് നീരുണ്ടായി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടുതലായി ഒന്നും അവർക്ക് ചെയ്യാനില്ലെന്നും പറഞ്ഞു. ചില മരുന്നുകൾ നിർദ്ദേശിച്ച് തിരിച്ചുവിട്ടു. മാനസിക സമ്മർദ്ദത്തിലായ ഞങ്ങളുടെ കുടുംബം വെല്ലൂർ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പോകാൻ തയ്യാറാകുകയും വളരെ ബുദ്ധിമുട്ടി ഒരു അപ്പോയിൻമെൻറ്റ് ശരിയാക്കുകയും ചെയ്തു. വെല്ലൂർക്ക് പോകുന്നതിന് മുമ്പ് മുൻകാലത്ത് ആ ആശുപത്രിയിലുണ്ടായിരുന്ന ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുകയും എല്ലാ റിപ്പോർട്ടുകളും കാണിക്കുകയും ചെയ്തു. ഡോക്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഈ രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളും നടത്തി. വെല്ലൂരിൽ ചെന്നാലും ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലെന്നും പറഞ്ഞു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഞങ്ങളുടെ ഡാഡിയും മമ്മിയും കഴിഞ്ഞ മെയ് മാസം 17-ാം തീയതി ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ശനിയാഴ്ച റൂഹാഭിഷേക ബൈബിൾ കൺവെൻഷനിൽ കൂടി മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു. കൈവപ്പ് ശുശ്രൂഷ സമയത്ത് ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നേൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് 140 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും വെഞ്ചരിച്ച വെള്ളം കുടിച്ച് പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. 88 ദിവസം കൊണ്ട് പൂർണ്ണ സൗഖ്യം കിട്ടുമെന്നും പറഞ്ഞു. ഞങ്ങളുടെ കുടുംബം വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കണ്ണിന് 88 ദിവസം ആകും മുമ്പ് തന്നെ സൗഖ്യം കിട്ടുകയും വാഹനം ഓടിക്കുന്നതുൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യുവാനും സാധിച്ചു. കണ്ണിന് പൂർണ്ണ കാഴ്ച ശക്തി ലഭിക്കുകയും ചെയ്തു. ഈശോയ്ക്ക് നന്ദി. താബോർ മാതാവ് വഴി ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഈ ദിനം ഈശോയോടൊപ്പം